ആരിഫേ, നീ ഇങ്ങനെ കരയല്ലേ? നീ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ ദൈവങ്ങൾ കോപിച്ച് ഈ ഭൂമിയിൽ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ മറ്റ് അനർത്ഥങ്ങളും ഉണ്ടാവും. നീ ഇങ്ങനെ കരഞ്ഞ് ആണുങ്ങളെ വില കൊണ്ടുപോയി കളയല്ലേ? എൻ്റെ വീട്ടിലൊക്കെ ഇഫ്താർ വിരുന്നുകൾ എത്ര എണ്ണം നടക്കുന്നു? എന്നെ വിളിക്കാറുണ്ടോ? പെരുന്നാളിന് എന്നെ വിളിക്കാറുണ്ടോ? ഇല്ല. കല്യാണങ്ങൾക്ക് പോലും വിളിക്കാറില്ല. ആരിഫേ, നിന്റെ ഉമ്മ വെറുത്തതും നിന്റെ കുടുംബങ്ങൾ വെറുത്തതും നിന്റെ നാട്ടുകാർ വെറുത്തതും നിന്നോട് കല്യാണത്തിന് പോലും നിന്റെ വീട്ടിലുണ്ടാകുന്ന ഒരു പരിപാടിക്ക് പോലും നിന്നെ വിളിക്കുന്നില്ല എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? നീ പലതവണ പറഞ്ഞിട്ടുണ്ട് മദ്രസകളിൽ തീവ്രവാദമാണ് പഠിപ്പിക്കുന്നതെന്ന്. മദ്രസയിൽ പോയ നിനക്കും എനിക്കും ഇവിടെയുള്ള പല ആളുകൾക്കും അറിയാം മദ്രസയിൽ തീവ്രവാദം പഠിപ്പിക്കുന്നില്ല എന്നും അതുപോലെ തന്നെ മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ പെരുമാറണമെന്നും അവരെ റെസ്പെക്റ്റ് ചെയ്യണമെന്നും സ്വന്തം അയൽവാസികളോട് നല്ല രൂപത്തിൽ പെരുമാറണമെന്നും മറ്റുള്ളവരെ സഹായിക്കണമെന്നും അന്യമതസ്ഥരെ റെസ്പെക്റ്റ് ചെയ്യണമെന്നും അതുപോലെ തന്നെ നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്തിൽ നിന്ന് 2% നിർബന്ധമായി ദാനം ചെയ്തിരിക്കണമെന്നും അതുപോലെ തന്നെ നമ്മളെ മുന്നിലേക്ക് കൈനീട്ടി വരുന്ന ആരെയും മതം നോക്കാതെ സഹായിക്കണമെന്നും ഇതുപോലെ തന്നെ പല നല്ല കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നതെന്ന് എനിക്കും അറിയാം. നിന്നെ എല്ലാവരും ഒന്നടങ്കം എതിർക്കാൻ കാരണം നീ കളവ് മാത്രം പറയുന്നത് കൊണ്ടാണ്. മദ്രസകളിൽ തീവ്രവാദമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അതിനെ എതിർക്കേണ്ടത് തന്നെയാണ്. പക്ഷേ നിനക്കും എനിക്കും എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അവിടെ തീവ്രവാദമില്ല എന്നുള്ളത്. കാരണം RSS പോലെ ഇരുട്ടിൻ്റെ മറവിൽ നടക്കുന്ന ഒരു ശാഖയല്ല മദ്രസ പഠനമെന്നും കേരള സംസ്ഥയുടെ ബോർഡിൻ്റെ കീഴിലുള്ള ഒരു പാഠ്യപദ്ധതിയാണ് മദ്രസയെന്നും നിനക്കറിയാം. അത് മറ്റുള്ള മതസ്ഥർക്ക് സംശയമുണ്ടെങ്കിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതൊക്കെ വന്ന് കാണാനുള്ള അവസരങ്ങളുണ്ട് കേരളത്തിൽ. നീ പലതവണ പറഞ്ഞിട്ടുണ്ട് ഉസാമ ബിൻ ലാദന് ചില മസ്ജിദുകളിൽ മയ്യത്ത് നിസ്കാരം നടത്തിയെന്നും തീവ്രവാദിയായ അജ്മൽ കസബിന് മയ്യത്ത് നിസ്കാരം നടത്തിയെന്നും ഇത്രയും കളവുകൾ നീ പറയുമ്പോൾ അത് ഏത് മസ്ജിദിലാണെന്നുള്ള തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട്. നീ പറയുന്നത് മൊത്തം കളവാണെന്നും അതുപോലെ തന്നെ നിൻ്റെ ഉമ്മാൻ്റെ വരെ സെക്സ് വീഡിയോ നിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഒരു ചാനലിൽ പറഞ്ഞ വ്യക്തിയാണ് നീ. അപ്പോൾ അത്രത്തോളം വെറുക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. ഒരു ഉമ്മ നിന്നെ അകറ്റി നിർത്തണമെങ്കിൽ നീ എത്രത്തോളം വെറുക്കുന്ന ഒരു മനുഷ്യനായിട്ടുണ്ടാവും? നീ എത്രത്തോളം വൃത്തികെട്ടവനാണ്? നീ ഇത്രയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും കളവുകളും പറയുമ്പോൾ ഇതര മതസ്ഥരായിട്ടുള്ള നല്ലവരായ ആളുകൾ ഇതിൽ തെറ്റിദ്ധരിക്കും. കാരണം മദ്രസയിൽ പോകാത്ത ആളുകൾ ഇത് കേൾക്കുമ്പോൾ അത് തെറ്റിദ്ധാരണ സ്വാഭാവികമായിട്ടും വരാനുള്ള കാരണമുണ്ട്. മുസ്ലിമിൻ്റെ പേര് പറഞ്ഞും വർഗീയത പറഞ്ഞും ചത്തുവീർത്ത RSS BJPക്കാണ് നീ സമൂഹത്തെ നക്കാപ്പിച്ച കാശിന് വേണ്ടി ഒറ്റിക്കൊടുക്കുന്നത്.